ഹലോ, ഞാൻ നിങ്ങളെ സ്വന്തം മലബാറി വ്ലോഗർ. വിഷുവിന് പാറുക്കുട്ടിക്ക് ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് പാറുക്കുട്ടീനെ കൂട്ടാതെ ഡ്രസ്സ് എടുക്കാൻ പോയാലും എടുത്തു വരുമ്പോൾ ഏറ്റവും ചെറിയ ഉടുപ്പായിരിക്കും എടുക്കുക. അങ്ങനെ കയ്യോ കാലോ എന്തെങ്കിലും ഒന്ന് കയറാതെ ഇരിക്കും. മാറ്റിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അതിലും വലിയ കഥയാണ് കേട്ടോ. മാറ്റിക്കാൻ എടുത്ത ഉടുപ്പിനേക്കാളും ഇരട്ടി പൈസ കൊടുത്തിട്ട് വേണം പിന്നെ അത് മാറ്റിയെടുക്കുമ്പോഴേക്കും. അപ്പം ഏട്ടൻ പറയും, കയ്യിൽ നിന്ന് പൈസ ചിലവാവണ പരിപാടി എല്ലാത്തൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്ന്. അങ്ങനെ എന്തായാലും ശരി, ഉടുപ്പൊക്കെ മാറ്റിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് ഇറങ്ങി. തിരിച്ചു വരുമ്പോൾ ഏട്ടൻ പറയും, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിച്ചാലോ എന്ന്. എന്തായാലും വേണ്ടില്ല, ഏട്ടൻ ഇങ്ങോട്ട് പറയണത് ആദ്യമായിട്ടാട്ടോ. എന്നോട് എപ്പോഴും പറയും, 2 ചക്രത്തിൻ്റെ മുകളിൽ എപ്പം കയറിയാലും എനിക്ക് ഭയങ്കര വിശപ്പാണെന്ന്. അത് സത്യം കേട്ടോ. പുറത്തേക്ക് വണ്ടിയിൽ എങ്ങോട്ട് ഇറങ്ങിയാലും അപ്പം തുടങ്ങും വിശപ്പ് വിശപ്പ് എന്നുള്ളൊരു അസുഖം. അങ്ങനെ തട്ടുകടയിലൊക്കെ കയറി എന്തെങ്കിലും കഴിച്ചാലോ നോക്കുമ്പോൾ അവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. പൊറാട്ട വിട്ടൊരു കളി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് പൊറാട്ടയും ബീഫ് ഫ്രൈയാണ് ഓർഡർ ചെയ്ത് കേട്ടോ. നല്ല ചൂട് പൊറാട്ടയും ചൂടായിട്ടുള്ള നല്ല അടിപൊളി ബീഫ് ഫ്രൈയുമാണ്. ഏട്ടതിന് മുൻപ് ഒരു ദിവസം അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനും കൂടി കയറി ചെയ്തിട്ട് ഇന്ന്. അങ്ങനെ കയറി ഇതാ പൊറാട്ടയും ബീഫ് ഫ്രൈയും ഒക്കെ ഓർഡർ ചെയ്ത് വന്ന്. ഏട്ടൻ വയറ് കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് ഒരു പൊറാട്ട മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും കഴിച്ച് തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങനെ വീണ്ടും ഓർഡർ ചെയ്തു കേട്ടോ. ബീഫ് ഫ്രൈയും പൊറാട്ടയും എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വികാരം തന്നെയല്ലേ. വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. പൊറോട്ട അബിക്കുട്ടന് വലിയ ഇഷ്ടമല്ലെങ്കിലും ബീഫ് ഫ്രൈ നല്ല ഇഷ്ടമാണ്. ഞാനും ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഏട്ടൻ ബീഫ് കൊണ്ടുവന്നാൽ എന്ത് തന്നെയായാലും തട്ടുകടയിലൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നല്ല ഇളയ ബീഫാണെന്നാണ് തോന്നുന്നത്. തൊടുമ്പോഴേക്കും ഇങ്ങനെ മുറിഞ്ഞു പോരുന്ന പരുവത്തിലായിരുന്നു കഷ്ണങ്ങളൊക്കെ. അങ്ങനെ അടിപൊളി ടേസ്റ്റിലൊരു ബീഫ് ഫ്രൈയും പൊറോട്ടയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പം പാറുമോട് പറഞ്ഞു, പാറുകുട്ടിക്ക് എന്തെങ്കിലും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഏട്ടനും പാറുമോളും കൂടി തിരിച്ച് അങ്ങാടിയിലേക്കൊക്കെ ഒന്ന് പോയി അവിടുന്ന് കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്ത് രണ്ടാളും കൂടി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. പോയിട്ട് പിന്നെ വരാം കേട്ടോ. ഞാനൊരു മലബാർ എന്ന നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ.